ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചായി ഞാൻ ഈ വഴിക്കൊക്കെ വന്നിട്ടെന്ന് എനിക്കറിയാം. ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഡൗൺ ആയിരുന്നു. ഞാനിപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ഔട്ടിങ് പോയ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ നമ്മുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. പോകണത് വേറെ എങ്ങോട്ടല്ല, കോഴിക്കോടേക്കാണ്. ഫയാസ്കാടെ ഫ്രണ്ടിനെ എയർപോർട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഒരു ട്രിപ്പും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ അതൊരു വ്ളോഗിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് സത്യം. അങ്ങനെ പിന്നെ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അവർ കടയിൽ പോയ സമയം നോക്കിയിട്ട് ഞാനിങ്ങനെ മഫ്ത കുത്താമെന്ന് വിചാരിച്ചതാട്ടോ. വെറും ഒരു പ്രഹസനം മാത്രമാണ് ഗൈസ്. പക്ഷെ മഫ്ത കുത്തിയൊന്നും ശരിയായില്ല. അപ്പോഴേക്കും അവർ വന്നു. അപ്പോഴേക്കും ഞാൻ പിന്നെ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് മാറ്റി. ജസ്റ്റ് വീഡിയോ എടുത്തതല്ലേ എന്ന രീതിയിൽ ഞാനത് അങ്ങനെ ഇട്ടതാണ്. അവനിക്ക് വിശക്കണു പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ലേസും ഫ്രൂട്ടിയും മേടിച്ചപ്പോൾ അവനിക്ക് സമാധാനമായി. തൽക്കാലത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവനിക്ക് ലേസ് മേടിച്ചു കൊടുത്തത്. കാരണം ഞങ്ങൾ ഹൈവേ റൂട്ടിൽ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈവേ റോഡിൽ എന്തായാലും കടകളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ ഹൈവേ റോഡിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കടയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം കുറേ ആയി എടുത്തിട്ട് വീഡിയോ. അപ്പോൾ അവനോട് ഞാനൊന്ന് വീഡിയോ എടുക്കണം കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഈ ഒരു കോപ്രായങ്ങളൊക്കെ കാണിക്കണത്. പക്ഷെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തെന്നുള്ളൂ. ഇതൊക്കെയാണല്ലോ നമുക്ക് പിന്നീടുള്ള മെമ്മറീസ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് സുർബിയാനെന്ന് പറഞ്ഞിട്ടൊരു ഫുഡും അവനിക്ക് ബർഗറും എനിക്കൊരു ഓറഞ്ച് ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓറഞ്ച് ജ്യൂസ് എനിക്കാണെന്ന് പറഞ്ഞതിനുള്ള ഒരു മുഖഭാവമുണ്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ പിന്നെ അവനും കുടിച്ചു, ഞാനും കുടിച്ചു. സുർബിയാന് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബീഫിൻ്റെ വാരിയല് അങ്ങനെ എന്തൊക്കെയായിരുന്നു സംഭവം. ബീഫ് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കഴിച്ചു. അവൻ്റെ വയറെന്ന് പറഞ്ഞപ്പോഴേക്കും അവന് പിന്നെ കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൻ്റെ അവിടേക്ക് ഒരു 2 മണി ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഹൈലൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. ഫയാസ്ഖാൻ്റെ ഫ്രണ്ട് വരുന്നത് എയർപോർട്ടിലെ ഒരു 7 മണി 8 മണി ആ ഒരു ടൈമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അതുവരെ ടൈം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഹൈലൈറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹൈലൈറ്റിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പാർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊന്ന് ഫ്രഷ് ആവാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത്യാവശ്യം കുറച്ച് ടയേർഡായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ വെറുതെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഫാൻറ്റസിയിൽ കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ ടൈം പോയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ കയറിയില്ല. പിന്നെ ഒരു ദിവസം കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ മുകളിലായിട്ട് ഈ കുട്ടികൾക്കും നമുക്കും കളിക്കാൻ പറ്റുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കണ്ടപ്പോഴേക്കും പിന്നെ ലായ്ക്കിന് കയറണം എന്ന് ഒരേ വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരുവിധം സമാധാനപ്പെടുത്തിയിട്ട് ഞങ്ങൾ ജീപ്പിൽ കയറ്റാം എന്നുള്ള രീതിയിൽ അവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതിലവൻ ഓക്കെ അടിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ താഴത്തേക്കും മേളക്കും അങ്ങോട്ടേക്കും സൈഡിക്കും ഒക്കെ നോക്കി അങ്ങനെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവനിക്ക് പിന്നെ സമാധാനം ഉണ്ടായിരുന്നില്ല. ജീപ്പിൽ കയറണം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ജീപ്പിൽ കയറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടോ. ജീപ്പിൽ കയറിയപ്പോൾ അവനിക്ക് ഒടുക്കത്തെ സന്തോഷമായിരുന്നു. അവൻ താനെ ഓടിക്കണം എന്നുള്ളൊരു ഫീലൊക്കെ ആയിരുന്നു. ഓൾറെഡി അവനിക്കൊരു ജീപ്പ് വീട്ടിലുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പിള്ളേർക്ക് ഓരോന്ന് കാണുമ്പോൾ ഓരോരു മൂഡ് ആ സമയത്ത്. പിന്നെ പിള്ളേരുടെ സന്തോഷമാണല്ലോ നമ്മുടെ ഇതും. അങ്ങനെ അവൻ വണ്ടി ഓടിക്കണത് ഞാനിങ്ങനെ ഓരോ സ്ലോ ആയിട്ട് ഇങ്ങനെ സ്റ്റോറി ഇടാനായിട്ടും അവൻ്റെ ഇൻസ്റ്റയിലും അങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുറേ എടുത്തായിരുന്നു. അത്യാവശ്യം ടൈം ഒരു 3-5 റൗണ്ട് എന്തൊക്കെയോ ഓടിച്ചുകൊണ്ട് തോന്നണം കേട്ടോ. അപ്പോഴേക്കും അത് ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനിക്ക് ഭയങ്കര സന്തോഷമായി, ഓക്കെ ആയി. ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോ ഹൈപ്പർക്കാണ് പോയത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൂട്ട് സലാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിലൊക്കെ ഇറങ്ങി ഞങ്ങൾ പിന്നെ നേരെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയി. അപ്പോഴേക്കും ടൈമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും നല്ലോണം ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫയാസ്ഖാടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1.5 hour എങ്കിലും അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വീഡിയോസും ഞങ്ങൾ മൂന്നാളുടെ ഓരോ സെൽഫി വീഡിയോസും ഒക്കെ അങ്ങനെ എടുത്തു. പിന്നെ അവനിക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ ഫോൺ ഇങ്ങനെ കളിക്കാൻ കൊടുത്തു. ഓപ്പോസിറ്റ് ഒരു കുട്ടി ഫോൺ കളിക്കാൻ കണ്ടപ്പോൾ പിന്നെ അവനിക്കും കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് നേരം ഫോൺ കളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ഫയാസ്ഖാടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് സർപ്രൈസായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആൾ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളോട് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആവണ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.